السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ 12 നമ്മളിലേക്ക് സമാഗതമായി ഇങ്ങനെ വരികയാണ്. ഇന്ന് മഹത്താക്കപ്പെട്ട റബീഉൽ അവ്വൽ 12 രാവിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പുണ്യമാക്കപ്പെട്ട മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12 രാവിലെ വലിയ മഹത്വമുള്ള രാവാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം മഹത്വങ്ങൾ ഈ രാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ പറയുന്നു ലൈലത്തുൽ ഖദ്ർ രാവിൻ്റെ ശ്രേഷ്ഠത ഈ മഹത്താക്കപ്പെട്ട റബീഉൽ അവ്വൽ 12 രാവിനുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. അത്രയും മഹത്വമേറിയ രാവിൽപ്പെട്ട ഒരു രാവാണ് റബീഉൽ അവ്വൽ 12 ഇന്നത്തെ തിങ്കളാഴ്ച രാവ്. നമ്മൾ എത്ര അനുഗ്രഹീതരാണ്, ഞാനും നിങ്ങളും എത്ര അനുഗ്രഹീതരാണ്. റബീഉൽ അവ്വൽ 12 ഈ പ്രാവശ്യം ഈ വർഷത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ അനുഗ്രഹമാണ്. റബീഉൽ അവ്വൽ 12 രാവിലും തിങ്കളാഴ്ചയുമായി കൂടിച്ചേർന്ന് വന്നപ്പോൾ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് വലിയ അമലുകൾ നമ്മൾ ചെയ്താൽ, ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചെയ്താൽ, ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം ഇരട്ടിയാണ്. ഇരട്ടി മധുരമെന്നോണം, ഇരട്ടി മധുരമെന്നോണമാണ് ഇന്നത്തെ രാവിലും ഇന്നത്തെ ദിവസവും ഞാൻ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ധാരാളം ശ്രേഷ്ഠതകളുള്ള സ്വലാത്തുകൾ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് ചൊല്ലേണ്ട സ്വലാത്ത്, വലിയ മഹത്വമാക്കപ്പെട്ട സ്വലാത്ത്, ഇൻഷാ അല്ലാഹ് അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ രാവിലെ റബീഉൽ അവ്വൽ 12 രാവിലെ നമ്മൾ ചൊല്ലേണ്ട ഒരു മഹത്താക്കപ്പെട്ട അത്ഭുതകരമായിട്ടുള്ളൊരു സ്വലാത്താണ്. എല്ലാവർക്കും അറിയുന്ന സ്വലാത്താണ്. എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സ്വലാത്തിൽപ്പെട്ട ഒരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനൊരു അമലായിട്ട് ഇൻഷാ അല്ലാഹ് പറയുന്നത് ഇന്ന് നമ്മൾ ചൊല്ലണം. ഈ രാത്രിയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലണം. നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും ചൊല്ലണം ഇൻഷാ അല്ലാഹ്. ധാരാളം സ്വലാത്തുകൾ ചൊല്ലി 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 ഹബീബായ തങ്ങളോട് നമ്മൾ ഏറ്റവും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ലയിച്ച് അലിഞ്ഞ് ചേരേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ഇഷ്ടം നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. അവിടുത്തെ മഹബ്ബത്ത് നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. അവിടുത്തെ ആശിക്കാകേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അത് കഴിയണമെന്നില്ലല്ലോ, അത് കഴിയണമെന്നില്ല. അവിടുത്തെ ആശിക്കീയങ്ങളാവാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ
മജ്ലിസ് കാണുന്ന നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വെച്ചിട്ട് നമുക്ക് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം. ധാരാളം അംബിയാക്കള്, ഔലിയാക്കള്, ആബിദീങ്ങള്, ആരിഫീങ്ങള്, സ്വഹാബത്തുൽ കിറാം ധാരാളം സ്വലാത്തുകൾ ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് ചൊല്ലിയിരുന്നു. ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയിരുന്നു. അതുകൊണ്ട് നമുക്കും ചൊല്ലൽ നിർബന്ധമാണ്, നമ്മളും ചൊല്ലേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഈ മാസം പൂർത്തിയാകുമ്പോഴേക്കും ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലണം. അതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം, നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കണം. നമ്മളെ പ്രയാസങ്ങൾക്കൊരു പരിഹാരമാകണം, നമ്മളെ പ്രയാസങ്ങൾക്കൊരു പരിഹാരമാകണം. ഇൻഷാ അല്ലാഹ് നാളത്തെ ദിനം വലിയ അനുഗ്രഹമുള്ള ദിനമാണ്. റബീഉൽ അവ്വൽ 12 ദിനമാണ്. കഴിയുന്ന ആളുകളെല്ലാം വീട്ടിൽ വെച്ച് തന്നെ മൗലൂദ് ഓതാൻ ശ്രമിക്കണം, മൗലൂദുകൾ ഓതാൻ ശ്രമിക്കണം. അറിയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് കൂട്ടമായിരുന്ന് മക്കളെ വിളിച്ച് എല്ലാവരെയും വിളിച്ച് കൂട്ടമായിരുന്ന് മൗലൂദുകളുടെ സദസ്സുകൾ സംഘടിപ്പിക്കണം. വീട്ടിൽ മൗലൂദുകളുടെ സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം. കുറെ മുന്നൊരു ഞാനൊരു വീട്ടിലേക്ക് മൗലൂദിന് പോയി. കുറെ മുന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാവരും ഇരുന്ന് കിതാബ് കാണുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട്, സെബീനയുടെ മോനെ, സെബീന എടുത്തുകൊണ്ടിരു. അവിടെ ഒരു മോനനുള്ളൂ. ആ മോനെ കണ്ടപ്പോൾ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ സെബീന എടുത്തുകൊണ്ടിരു എന്ന് പറഞ്ഞു. അപ്പം മോനുണ്ട് അടുക്കളയിൽ നിന്ന് നമ്മളെ സെബീനപ്പൊടിന്റെ പാക്കറ്റ് വരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മളെ മക്കളിലേക്കും അതിൻ്റെ അറിവുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് മൗലൂദ്, എന്താണ് മൗലൂദ് കിതാബുകള്, അതിൻ്റെ പേരെന്താണ്, മൗലൂദിന്റെ പേരെന്താണ്, എങ്ങനെയാണ് ചൊല്ലേണ്ട രീതി, അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒന്നും അറിയാത്തവരായി നമ്മൾ മാറിപ്പോകരുത്. നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ കുടുംബത്തിനത് പകർന്നു കൊടുക്കണം. മൗലിദ് എന്താണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, അതിൻ്റെ രീതി എന്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂട്ടമായി വിളിച്ച്, മക്കളെ കൂട്ടമായി വിളിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് മൗലിദിന്റെ ശ്രേഷ്ഠത, എന്താണ് മൗലിദ് കൊണ്ട് ശ്രേഷ്ഠത, എന്താണ് മഹാനായ അസ്സം ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താണ്? എനിക്ക് ഉഹുദ് മലയോളം എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ മൗലിദ് ചൊല്ലാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദിന്റെ സദസ്സുകൾ ഒരുക്കാൻ ഞാൻ ആ ധനം മുഴുവൻ ചെലവഴിക്കുമെന്ന് മഹാനായ അസ്സം ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ മൗലൂദ് സദസ്സുകൾ നമ്മളെ വീടുകളിൽ സംഘടിപ്പിക്കണം. എവിടെയാണ് ഉള്ളത് അതിന് വേണ്ടി സഹകരിക്കണം എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് എന്നാലുള്ളൂ ഹബീബായ തങ്ങളെ മഹബത്ത്, അവിടുത്തെ സ്നേഹം നമുക്ക് കൈവരിക്കാൻ സാധ്യമാകുള്ളൂ. എത്ര ആളുകളെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയും, സീരിയൽ നടന്മാരെയും സീരിയൽ നടിമാരെയും നിങ്ങൾ അത് ഒരു ദിവസം പോലും മുടക്കാതെ കലാവത കാണുന്നുണ്ടെങ്കിൽ ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് നിനക്കൊരു സ്വലാത്ത് ചൊല്ലാൻ നിനക്ക് സമയമെങ്കിൽ പിന്നെ ജീവിതം വലിയ നഷ്ടത്തിലാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് സമ്പത്തില്ല എങ്കിൽ ഉള്ളവർ നടത്തുന്നുണ്ടെങ്കിൽ അതിന് പോയി സഹായിക്കണേ. എന്നെ കൊണ്ട് ശരീരം കൊണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ നീ സഹായിക്ക്, സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ
കഴിയുമെങ്കിൽ അങ്ങനെ നീ സഹായിക്ക്. എല്ലാം കൊണ്ടും സഹായിച്ച് ഹബീബായ തങ്ങളെ മാസം നമുക്ക് ഭംഗിയായി നിർവഹിക്കണം. അതിൻ്റെ ആനന്ദമായിട്ട്, അതിൻ്റെ ആവേശമായിട്ട്, അതിൻ്റെ എല്ലാ എന്തൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ഹലാലായ മാർഗത്തിൽ നീ ചെയ്യേ, ഹലാലായ രീതിയിൽ നീ ചെയ്യേ, ആർഭാടമാക്കി നീ ചെയ്യണ്ട. അത് ഹബീബായ തങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ആർഭാടമാക്കരുത്. എന്താണ് സുന്നത്ത്, സുന്നത്തിനെതിരായിട്ട് നീ ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞ രീതിയിൽ നീ ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ ഈ റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ 12ന്റെ ദിനം നീ സന്തോഷിക്ക്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചൊല്ലേണ്ട സ്വലാത്ത്? ആ മഹത്താക്കപ്പെട്ട സ്വലാത്ത് എന്താണ്? തീ പാറുന്ന വേഗത്തിൽ നിന്റെ ആഗ്രഹങ്ങൾ നടക്കാൻ ആ സ്വലാത്ത് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് ആ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ ഇങ്ങനെ നിരന്തരം വിളിക്കുന്നത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ പ്ലാറ്റ്ഫോമിൽ, ഈ മജ്‌ലിസിൽ തന്നെ ഇൻഷാ അല്ലാഹ് പറയുന്നത്. ധാരാളം ആളുകൾ ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക? പല പ്രയാസങ്ങളായിട്ട്, പല പ്രതിസന്ധികളായിട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക? നേരിട്ട് കാണാനുള്ള അവസരം ഇനി എന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് വരേണ്ടത്? ഇനി 21-ാം തീയതി റബീഉൽ അവ്വൽ 12 എല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിലുണ്ടാകുക. ഇനി വരുന്ന ശനിയാഴ്ചയും ഇനിയുള്ള ശനിയാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ഇൻഷാ അല്ലാഹ് വീട്ടിലുണ്ടാകും. ശനിയും തിങ്കളാണ് വീട്ടിലുണ്ടാകുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വഴി മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വരും. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, നീറുന്ന പ്രയാസങ്ങൾ, നീറുന്ന സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പല പ്രദേശങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ നമ്മളെ മജ്‌ലിസ് കണ്ട് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, നീറുന്ന വേവലാദികൾ, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഈ ഇമ്മരപ്പടിയിലേക്ക് സമീപിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവിടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ഇടങ്ങേറുകളും നീ മാറ്റി അവർക്ക് നീ റാഹത്ത് നീ നൽകണേ അല്ലാഹ്. ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവർക്ക് റാഹത്ത് നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ തമ്പുരാനെ. ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഈ മജ്‌ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പ്രവാസികൾ, അവരെ ധാരാളം പ്രയാസങ്ങൾക്ക് ഈ മജ്‌ലിസ് വലിയ പരിഹാരമായിട്ടുണ്ട്. ധാരാളം പ്രവാസികൾക്ക് ഈ മജ്‌ലിസ് വലിയ പരിഹാരമായിട്ടുണ്ട്. അവരുടെ കഫീലിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ഇവിടത്തേക്ക് ബന്ധപ്പെടുന്ന ആളുകൾക്ക് വലിയ 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 നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങി റാഹത്തായ ധാരാളം പ്രവാസികൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അബുദാബിയിലേക്ക് പോയപ്പോൾ തന്നെ കുറേ ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ നീറുന്ന പ്രയാസങ്ങൾ, നീറുന്ന വേവലാദികൾ, അല്ലാഹുവേ അവരെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ അവിടെ ക്ഷണിച്ച് ഞങ്ങൾ അവിടത്തേക്ക് കൊണ്ടുപോയി അവരുടെ ഫാമിലി, അല്ലാഹുവേ അവരെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാഹ്. അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. എന്ത് പ്രയാസമാണെങ്കിലും അല്ലാഹുവേ നീ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം ചേർത്ത് വെച്ച് സ്നേഹിച്ചവരാണ് അല്ലാഹുവേ, ഞങ്ങളെ സൽക്കരിച്ചവരാണ് അല്ലാഹുവേ. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. എല്ലാ ബുദ്ധിമുട്ടുകൾ അടങ്ങേറുകൾ അല്ലാഹുവേ അവർക്ക് നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. കടം വീടാനുള്ള മാർഗം അല്ലാഹ് നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അവർ ധാരാളം ആളുകൾ, ഈ പറയുന്ന ധാരാളം ആളുകൾ പല ദിക്കുകളിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ
പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാ. എൻ്റെ ദ്വീപ് നിവാസികൾ ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. ദ്വീപ് നിവാസികൾ പല ദ്വീപുകളിൽ നമ്മൾ പോകാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളാണ്, വലിയ സൽക്കാരപ്രിയരാണ്. അല്ലാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി നൽകണേ അല്ലാ. ദുആ കൊണ്ട് ധാരാളം ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും ബലാകളും അല്ലാഹ് നീ മാറ്റി അവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാ. അവരെ ഹലാലായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. എന്താണ് ഇൻഷാ അല്ലാഹ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല, എന്താണ് ആ സ്വലാത്ത്? പവർഫുള്ളായിട്ടുള്ള മിന്നൽ വേഗതയിൽ തീപാറും വേഗതയിൽ നടക്കുന്ന ആ സ്വലാത്ത് എന്താണ്? ഇൻഷാ അല്ലാഹ് അതിൻ്റെ മഹത്വം നമുക്കറിയാം. അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അമൽ ചെയ്യാം. അങ്ങനെയാണ് വേണ്ടത്. കാരണം നമുക്കൊരു അമല് കിട്ടിയാൽ അതിൻ്റെ മഹത്വം അറിഞ്ഞ് ചെയ്യുമ്പോൾ വലിയ ശ്രദ്ധതയായിരിക്കും. നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും, നമുക്ക് ആ സ്വലാത്ത് ചെല്ലാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. പിന്നെ ആ മഹത്വം അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ മധുരം, അതിൻ്റെ ഗുണം ഇരട്ടിയാണ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ദായിമാക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാ. ദീർഘായുസ്സുൽ ആഫിയത്ത് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ നീ നൽകണേ തമ്പുരാനെ. രോഗങ്ങളിൽ നിന്ന് പരിപൂർണ ശമനം നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. ഈ സ്വലാത്തെങ്ങാനും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്ക് 1000 പ്രാവശ്യം ചൊല്ലിയ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാം. മഹാനവറുകൾ പറയുന്നതായിട്ട് കാണാം, ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ 1000 പ്രാവശ്യം ചൊല്ലിയ പ്രതിഫലം നിനക്ക് കിട്ടുമെന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെയോ കഴിഞ്ഞില്ല, രണ്ടാമതായിട്ട് കിട്ടുന്ന ഗുണം മഹാനവറുകൾ പറയുന്നു, നരകത്തിൽ നിന്ന് മോചനമാണ്. നരകം ആഗ്രഹിക്കുന്നവരുണ്ടോ? ആരും ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള മോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ ഇൻഷാ അല്ലാഹ്. ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോ. ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ. ധാരാളം ആളുകൾ ദായിമാക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ ഈ റബീഉൽ അവ്വൽ 12 രാവിൽ അല്ലാഹ് ഞങ്ങൾ ഈ സ്വലാത്തിനെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ ചൊല്ലാൻ റെഡിയാണ്. ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ ചൊല്ലുമെന്ന് പറയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് കമന്റ് എഴുതാൻ അറിയുന്ന ആളുകൾ എഴുതി അറിയിക്കുക. നമുക്ക് ദുആ ചെയ്യണം, എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. തങ്ങളെ ഞാൻ വലിയ പ്രയാസത്തിലാണ്, വലിയ ദുഃഖത്തിലാണ്, വലിയ ഇടങ്ങേറിലാണ്, വലിയ പ്രയാസവും എന്നിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളെ. ഈ മജ്ലിസിൽ തന്നെ ഞാൻ ചൊല്ലാൻ നിയത്താക്കി തങ്ങളെ. ഞാൻ ചൊല്ലുന്ന വ്യക്തിയാണ്, തങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നിങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. വലിയ മഹത്തമാക്കപ്പെട്ട മാസത്തിലാണ്, ദിവസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹുവേ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. പിന്നെ എന്താണ് ഖബറിൽ കാവലാണ് ഈ സ്വലാത്ത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആരെങ്കിലും ഈ സ്വലാത്ത് ദായിമാക്കിയാൽ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അവർക്ക് ഖബറിൽ രക്ഷയാണ്. എന്താണ് ഖബർ? ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എന്താണ്? ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനമാണോ ഖബർ. അവിടെ നിനക്ക് രക്ഷ വേണമെങ്കിൽ ഈ സ്വലാത്ത് ദായിമാക്കിയോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ. തെളും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ,
സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. വലിയ പ്രയാസമാണടോ ഖബർ. നിന്റെ ശരീരമെങ്ങാനും ആ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ തേളും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. വലിയതായിട്ട് തേളും പുഴുക്കളും ആ ഖബറിലുണ്ട്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാടോ അവർ പരസ്പരം തിന്നുന്നതിൽ. നിന്റെ ശരീരം അങ്ങ് വെക്കാൻ കാത്തിരിക്കുകയാണ് അവർ. സമരത്തിലാണ് നിന്റെ ശരീരം പറിച്ചങ്ങ് തിന്നാൻ. ഇൻഷാ അല്ലാഹ് അവിടെ രക്ഷ വേണോ? ആ ഖബറിൽ നിനക്ക് രക്ഷ വേണോ? ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിനെ മുറുകെ പിടിച്ചോ. ഈ സ്വലാത്തിനെ പതിവാക്കിക്കോ. ഈ സ്വലാത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. പിന്നെയോ കഴിഞ്ഞില്ല. മഹാനവറുകൾ പറയുന്നു, ഈ സ്വലാത്തിനാരെങ്കിലും പതിവാക്കിയാൽ അവനക്ക് അവൻ്റെ ആഗ്രഹങ്ങളുടെ കവാടം അല്ലാഹു തുറക്കപ്പെടും. അവൻ്റെ ആഗ്രഹങ്ങളുടെ കവാടം ഞാൻ പറഞ്ഞില്ലേ, തീപാറും ശക്തിയിൽ അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഈ സ്വലാത്തിനെ ദായിമാക്കിയാൽ, ഈ സ്വലാത്തിനെ പതിവാക്കിയാൽ അവൻ്റെ ആഗ്രഹങ്ങളുടെ കലവർ അല്ലാഹു തുറക്കപ്പെടും. എന്താഗ്രഹമാണ്? ആഗ്രഹങ്ങളില്ലാത്തവരുണ്ടോ? ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ഇല്ല. എല്ലാവരും വലിയതായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആഗ്രഹങ്ങളാണ്. ഇന്നെനിക്ക് ഇങ്ങനെ കിട്ടണം, ഇന്നെനിക്ക് അത് കിട്ടണം, എനിക്കിത് കിട്ടണം, ഞാൻ അങ്ങനെ പോകുന്നുണ്ട്, അവിടെ ഇത് കിട്ടണം. എല്ലാം ആഗ്രഹങ്ങളാണ്. മനുഷ്യൻ മുഴുവനും ആഗ്രഹത്തിന്റെ പുറത്താണ് മനുഷ്യൻ മുഴുവനും ഉള്ളത്. ആഗ്രഹങ്ങളില്ലാത്തവരുണ്ടോ? ഇല്ലേ. ഓരോരുത്തർക്ക് പല വീടില്ലാത്തവൻക്ക് വീടാണ് ആഗ്രഹം. അത് കിട്ടിയാലോ? ഒരു കുഞ്ഞ് കാറ്, അത് കിട്ടിയാലോ? മകന്റെ ജോലി. അങ്ങനെ ആഗ്രഹങ്ങൾ വലുതായി നീണ്ട് മനുഷ്യൻ ജീവിക്കുന്തോറും അവന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളരുമെന്നാണ്. ആഗ്രഹങ്ങളില്ലാത്തവരില്ല. ആ ആഗ്രഹങ്ങൾ നടക്കണോ? നിന്റെ ഹലാലായ എല്ലാ മുറാദുകളും ഹാസിലാവണോ? ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ചൊല്ലിക്കോ. ഈ സ്വലാത്തിന്റെ ജീവിതത്തിൽ ദായിമാക്കിക്കോ, പതിവാക്കിക്കോ. ഒരിക്കലും നിന്റെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കൂല. മഹാന്മാർ പറയുന്നു, ധാരാളം ആളുകൾക്ക് അനുഭവമുള്ളതാണ്. ധാരാളം ആളുകൾക്ക് വലിയ രോഗങ്ങൾക്ക് പോലും ശിഫയാണ് ഈ സ്വലാത്ത്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, എന്താണ് തങ്ങൾ ആ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് പറയാം. അതിന്റെ അനുഗ്രഹങ്ങൾ, അതിന്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെയോ കഴിഞ്ഞിട്ടില്ല. ഈ ദിവസത്തിൽ നമ്മൾ ചൊല്ലിയാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിക്കാത്തവരാരുണ്ടാവില്ല. ആരും തന്നെ ഹബീബായ തങ്ങളെ ചാരത്തൊന്ന് പോയിരിക്കാൻ, അവിടുത്തെ പൂമേനിയൊന്ന് മനാമിലൊന്ന് ദർശിക്കാൻ, അവിടുത്തേക്കൊരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമില്ലാത്ത ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകൂല. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ മഹാനായ മാലിക്കി ഇമാം തങ്ങൾ പറയുന്നു, വമൻ സല്ലാ ബിഹാ അൽഫ മറ ലൈലത്തുൽ ഖമീസ് അവിൽ ജുമഅത അവിൽ ഇസ്നൈൻ. എപ്പോഴാണ് നിങ്ങൾ ചൊല്ലേണ്ടത്? അൽഫ മറ. ഈ സ്വലാത്ത് എങ്ങാനും 1000 പ്രാവശ്യം ചൊല്ലിയാൽ എപ്പോഴാണ് ചൊല്ലേണ്ടത്? എപ്പം 1000 പ്രാവശ്യം ചൊല്ലണം? ലൈലത്തുൽ ഖമീസ് നിങ്ങൾ ചൊല്ലേണ്ടത് വ്യാഴാഴ്ച രാത്രി, അല്ലെങ്കിലോ അവിൽ ജുമഅത, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി, അല്ലെങ്കിൽ അവിൽ ഇസ്നൈൻ, അല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലേണ്ടത് തിങ്കളാഴ്ച രാത്രിയാണ്. തിങ്കളാഴ്ച രാവിലെ അതന്നെ നമുക്ക് കിട്ടേണ്ടത്. ആ രാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ രാവ് മാത്രമല്ല റബീഉൽ അവ്വൽ 12ന്റെ രാവിലുമാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. എത്രയാണ് ശ്രേഷ്ഠത, എത്രയാണ് അതിൻ്റെ ഫളാഇൽ, അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ തുടക്കം കുറിക്കി. ഒന്നും നോക്കാനില്ല, ഇന്ന് തന്നെ തുടക്കം കുറിച്ച്. കാരണം
ഇന്ന് തിങ്കളാഴ്ച രാവാണ്, റബീഉൽ അവ്വൽ 12ന്റെ രാവാണ്, ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് റബീഉൽ അവ്വൽ മാസവുമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം കൊണ്ട് ഒരുമിച്ച ഒരു രാവിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ തുടക്കം കുറിക്കുക. ഇന്ന് തന്നെ ഈ സ്വലാത്ത് നിങ്ങൾ എത്ര പ്രാവശ്യം, അൽഫമറ 1000 പ്രാവശ്യം നിങ്ങൾ ചൊല്ല് നോക്ക്, ഹയാത്താക്കിക്കൊണ്ട്, ഈ രാവിലെ ഹയാത്താക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് 1000 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾ ആരുടെ കൂടെയാണ്? ഇജ്തമാ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും വ്യാഴാഴ്ച രാത്രി ഈ സ്വലാത്തിനെ 1000 പ്രാവശ്യം ചൊല്ലിയാൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി 1000 പ്രാവശ്യം ചൊല്ലിയാൽ, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രി ആരെങ്കിലും 1000 പ്രാവശ്യം ചൊല്ലിയാൽ, ഇജ്തമാ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളോടൊപ്പം നിങ്ങൾ ഒരുമിക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടത്തേക്കാണ് നമ്മൾ ഒരുമിക്കേണ്ടത്. എവിടെ ഒരുമിക്കണം? സ്വർഗത്തിൽ ഹബീബായ തങ്ങളോടൊപ്പം നമ്മൾ ഒരുമിക്കണ്ടേ? അതിന് വേണ്ടിയല്ലേ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്? അതിന് വേണ്ടിയല്ലേ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്? എല്ലാം നമ്മൾ ചെയ്യുന്നത് ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ. ഇൻഷാ അല്ലാഹ് ഒരു സുവർണ അവസരം കൊണ്ട്, വലിയ സുവർണ അവസരമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അല്ലാഹുവേ ഞങ്ങൾക്ക് ചൊല്ലാനും, അല്ലാഹുവേ ഞങ്ങൾക്ക് ജീവിതത്തിൽ ദായിമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എന്താണ് ആ സ്വലാത്ത്? എന്താണ് ആ സ്വലാത്ത്? വേറൊരു സ്വലാത്തുമില്ല. ഇൻഷാ അല്ലാഹ് എന്താണ് ആ സ്വലാത്ത്? എന്താണ് ആ അത്ഭുതം നിറഞ്ഞ വലിയ അനുഗ്രഹങ്ങളുള്ള ആ സ്വലാത്ത്? ഏതാണ്? മറ്റൊരു സ്വലാത്തുമില്ല. നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. എന്താണ് സ്വലാത്ത്? സ്വലാത്തുൽ ഫാത്തിഹ ആണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. ഈ സ്ക്രീനിൽ കൊടുത്തതുപോലെ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്താണ് ഇൻഷാ അല്ലാഹ്? ഒന്നും കൂടെ ചൊല്ല്. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. إن شاء الله إن شاء الله ഈ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. വലിയ നേട്ടങ്ങളുള്ള ഇനിയും ഇനിയും ഞാൻ പറയാത്തതിനേക്കാളും ധാരാളം ശ്രേഷ്ഠതകൾ ഈ സ്വലാത്തിനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്താണ് ഇന്നത്തെ രാവിലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലേണ്ടത് വലിയ പ്രതിഫലമുള്ള സ്വലാത്താണ്. വലിയ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എന്താഗ്രഹമാവട്ടെ നിങ്ങൾ വിചാരിക്കുകയാണ് അത് നടക്കൂല എന്ന് വിചാരിക്കുന്ന നിന്റെ ആഗ്രഹം നീ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നീ പടച്ച റബ്ബിലേക്ക് തവക്കൽ ചെയ്ത് നീ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിനു മുഹമ്മദ് തീജാനി റളിയല്ലാഹു തആല അൻഹു മറ്റുള്ള സ്വലാത്തുകളൊക്കെ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് സ്വപ്നത്തിൽ മഹാനവറുകളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ സ്വലാത്തുകൾ ചൊല്ലണ്ട, നിങ്ങൾക്ക് അതിനേക്കാളും പ്രതിഫലമുള്ളത് സ്വലാത്തുൽ ഫാത്തിഹ ആണ്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് മഹാനവറുകളോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു എന്ന് മഹാനവറുകളുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. അത്രയും പവർഫുൾ ആയിട്ടുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ചൊല്ലിക്കോ. നിന്റെ ഏത് ആഗ്രഹം അല്ലാഹു നടത്തിത്തരും. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ അല്ലാഹുവേ ഞങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി നീ അത് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിതാ ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഈ മാസം ഞങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ഞങ്ങൾ ചൊല്ലും. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹ ഞങ്ങൾ ചൊല്ലാൻ തയ്യാറായി. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ആഗ്രഹങ്ങൾ അല്ലാ, ഹലാലായ മുറാദുകൾ അല്ലാ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങൾ ധാരാളം മുറാദുകൾ ഞങ്ങളെ മനസ്സിലുണ്ട് അല്ലാ നീ ഹാസിലാക്കണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ നീ ഹാസിലാക്കണേ അല്ലാ. നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഈ വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം ഞങ്ങളോട് വിട പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഞങ്ങളെ നേതാവ് അഷ്റഫുൽ ഹൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് ഒരു ഹദിയായിട്ട് അല്ലാഹ് ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മനാമിൽ ഹബീബായ തങ്ങളെ പൂമേനി ദർശിക്കാൻ
ജീവിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് അവിടമിൽ ചെന്നുകൊണ്ട് റൗളാ ഷരീഫിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ അല്ലാഹുവേ ഇനിയും 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 കാണാനുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ നീ കാണിക്കണേ അല്ലാഹ്. നീ കാണിക്കണേ അല്ലാഹ്. റൗളാ ഷരീഫ് കാണിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവിടെ ചെല്ലാനുള്ള പണം ഞങ്ങളെടുത്തില്ല തമ്പുരാനെ. ഇല്ല അല്ലാഹുവേ ഞങ്ങളെടുത്തുള്ളത് സ്വലാത്ത് മാത്രമാണ് അല്ലാഹ്. ആ സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ അവിടെ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട് അല്ലാഹുവേ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സയ്യിദിയും കുടുംബത്തിൽ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ കൊടുക്കണേ അല്ലാഹ്. രോഗശമനം നീ കൊടുക്കണേ അല്ലാഹ്. ഈ സയ്യിദിയും കുടുംബത്തിൽ ധാരാളം ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ പേരക്കിടാവായ ബാഹസൻ ജമലുൽ തങ്ങൾ ഉപ്പാപ്പാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ വെറുതെയാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ വെറുതെയാക്കല്ലേ അല്ലാഹ്. ദുനിയാവിലുള്ള കോടാനുകോടി ജനങ്ങൾ മുഴുവൻ ഞങ്ങളെ വെറുത്താലും അല്ലാഹ് നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല തമ്പുരാനെ. ദുനിയാവിലുള്ള ആളുകൾ ഞങ്ങളെ വെറുത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല തമ്പുരാനെ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങളെ സംരക്ഷിക്കണേ തമ്പുരാനെ. ദുനിയാവിലുള്ള കോടാനുകോടി ജനങ്ങൾ മുഴുവനും ഞങ്ങൾ അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിച്ചു. നീ ഒരാൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്ക് പ്രയാസമാണ് തമ്പുരാനെ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പ്രയാസത്തിലാക്കല്ലേ തമ്പുരാനെ. ദുരിതങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. ഈ സയ്യിദിയും കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട് അല്ലാഹുവേ. യുവാക്കളുണ്ട് തമ്പുരാനെ. അല്ലാഹ് നീ അവരെ സംരക്ഷിക്കണേ അല്ലാഹ്. നീ അവരെ കാത്തോളണേ അല്ലാഹ്. നീ അവരെ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. നീ സംരക്ഷിക്കണേ അല്ലാഹ്. നീ സംരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല തമ്പുരാനെ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.